അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മോഡേൺ അറബിക് പ്രോസ് ആൻഡ് പോയട്രി ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മളൊരു എക്സാം ഓറിയന്റഡ് സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഏതൊക്കെ രീതിയിലാണ് ചോദ്യം വരാറുള്ളത്, എവിടെ നിന്നൊക്കെയാണ് ചോദ്യം വരാറുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ ആൻസർ കൊടുക്കേണ്ടത്, ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം നല്ലപോലെ മാർക്ക് വാങ്ങി ജയിക്കാൻ തന്നെ അത്തരത്തിലുള്ള ഒരു ലഫ്ദം ബിലഫ്ദം അർത്ഥം വെച്ച് നോക്കിയാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് വീഡിയോസ് ചെയ്തിരുന്നു. കാണാത്തവർ അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു രീതി കിട്ടും. ഇനി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ആളുകളാണെങ്കിൽ ആ വീഡിയോ കാണണമെന്നില്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ മതിയാവും. അപ്പോൾ നമുക്ക് ആദ്യ ഭാഗം നോക്കാം. ഖലീൽ ജിബ്രാനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മുടെ ആദ്യ ഭാഗം. ആ ആദ്യ ഭാഗത്തിൽ തന്നെ ഖലീൽ ജിബ്രാനിൽ ചെറിയൊരു ബയോഡാറ്റ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ നാല് കൃതികളും നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻസിലും ഏതെങ്കിലും ഒരാളെ കുറിച്ച് നമുക്ക് എസ് എഴുതാൻ തരാറുണ്ട്. ഒന്നെങ്കിൽ ഖലീൽ ജിബ്രാൻ ആയിരിക്കാം, അല്ലെങ്കിൽ മുസ്തഫ മൻഫലൂത്തി ആയിരിക്കാം, അല്ലെങ്കിൽ മഹ്മൂദ് ദർവേഷ് ആയിരിക്കാം. ആരെങ്കിലും ഒരാളെ കുറിച്ച് നമുക്ക് എസ് എഴുതാൻ വരാറുണ്ട്. അധികവും 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ തുടക്കത്തിലും കുറച്ച് അണ്ടർലൈൻ ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് കുറച്ച് പോയിന്റുകൾ എല്ലാവരെ കുറിച്ചും പഠിച്ചു വെക്കണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ഒരു 4-5 പേജോ എഴുതിയാൽ തന്നെ നല്ല മാർക്ക് ലഭിക്കും. അപ്പോൾ അതിന് കുറച്ച് പോയിന്റുകൾ നമ്മൾ പഠിച്ചു വെക്കണം. ബാക്കിയൊക്കെ നമ്മുടേതായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അടിച്ചെഴുതിയാൽ മതി. അതിൽ കുറേ പോയിന്റ് ഉണ്ടാവണമെന്നില്ല. കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് വെക്കാനും തുടക്കത്തിലും കുറച്ച് പോയിന്റുകൾ ഉണ്ടായാൽ മതിയാവും. ഖലീൽ ജിബ്രാൻ എന്നുള്ളത് അദ്ദേഹം 1883 ജനുവരി മാസത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹം ലബനാനിലുള്ള ബഷരി എന്നുള്ള ലബനാന്റെ കിഴക്കൻ ഭാഗത്തുള്ള വടക്കൻ ഭാഗത്തുള്ള ബഷരി എന്നുള്ള ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, അതേപോലെ തന്നെ കവിയായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ വരയിലും അതുപോലെ തന്നെ മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം തൽപരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 12ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുകൂടെ അദ്ദേഹം അമേരിക്കയിലെ ബോസ്റ്റണിലേക്ക് 1895 കുടിയേറുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു ചൈനീസ് കോളനിയിലാണ് വളരുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയ സഹോദരനായിരുന്ന ബത്രുസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. അങ്ങനെ ബത്രുസ് അദ്ദേഹത്തിനെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മദ്രസയിൽ ചേർക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം അറബി പഠിക്കാൻ വേണ്ടിയിട്ട് ലെബനാനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. അവിടെ മദ്രസുൽ ഹിക്മയിലേക്ക് അദ്ദേഹം പഠിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം 4 വർഷത്തോളം അവിടെ പഠിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പഠന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു വ്യാധി രോഗം വരികയുണ്ടായി. നമ്മൾ സുല്ലി എന്ന് പറയും, അഥവാ TB, ക്ഷയരോഗം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെല്ലാ അധികം പേർക്കും അങ്ങനെയുള്ള രോഗം വന്നു. അങ്ങനെ അദ്ദേഹം അത് കാരണത്താൽ ബോസ്റ്റണിലേക്ക് തിരിച്ചു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ചെറിയ സഹോദരി സുൽത്താനത്തെ അത് പിടികൂടുകയും അവൾ മരിക്കുകയും ചെയ്തു. അതിനുശേഷം 1 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉമ്മയും അതേ രോഗത്തിനാൽ മരണപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ വലിയ സഹോദരനായിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ആ ബത്രുസ് എന്നുള്ള സഹോദരനായിരുന്നു. അദ്ദേഹം ഈ രോഗം കാരണം മരിച്ചു. അങ്ങനെ ബത്രുസിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബം വളരെയധികം പ്രയാസത്തിലായി. പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടുള്ള മാരിയാനിയായിരുന്നു ടൈലറിംഗ് ജോലിയെല്ലാം ചെയ്തുകൊണ്ട് കുടുംബത്തെ നോക്കിയിരുന്നത്. അങ്ങനെ ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിന്റെ 20ാം വയസ്സിൽ അദ്ദേഹം ഒരു എക്സിബിഷനിൽ വെച്ച് മാരി ഹാസ്കൽ എന്ന സ്ത്രീയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനെ വളർത്തിയെടുക്കുന്നതിൽ ഈ മാരി ഹാസ്കലിന് വലിയ പങ്കുണ്ട്. 1908 മാരി ഹാസ്കൽ തൻ്റെ സ്വന്തം ചെലവിൽ നമ്മുടെ ഖലീൽ ജിബ്രാനെ പാരീസിലേക്ക് അവിടെയുള്ള ഒരു റൗദാൻ എന്ന് അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുക്കലേക്ക് ചിത്രവരയെക്കുറിച്ച് പഠിക്കാനൊക്കെ പറഞ്ഞയക്കുകയാണ്. ആ സ്ത്രീയുടെ സ്വന്തം ചെലവിൽ ആ സ്ത്രീ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ 1912 ന്യൂയോർക്കിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെയധികം പ്രയാസത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. കാരണം അദ്ദേഹം ആദ്യകാലത്തൊക്കെ അറബി ഭാഷയിൽ കുറച്ച് ഗ്രന്ഥങ്ങളെല്ലാം രചിച്ചിട്ടുണ്ടെങ്കിലും അത് അത്ര രീതിയിൽ പോപ്പുലർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങുകയും അത് വലിയ രീതിയിൽ പോപ്പുലർ ആവുകയും അദ്ദേഹം ഫേമസ് ആവുകയും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ജീവിതം അദ്ദേഹം വളരെ ലക്ഷറി ലൈഫ് തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. 1931 അദ്ദേഹം 48ാം വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണകാരണവും ഈ ഹൃദയത്തിന് വീക്കവും അതുപോലെ തന്നെ കരളിന്റെ വീക്കവും അതേപോലെ തന്നെ TBയുമായിരുന്നു. അദ്ദേഹത്തിന്റെ വസിയത്ത് പ്രകാരം അദ്ദേഹത്തിന്റെ നാടായിരുന്ന ലെബനാനിലെ ബഷറിയിൽ വെച്ച് മറമാടുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഖലീൽ ജിബ്രാന്റെ ചെറിയൊരു ബയോഡാറ്റയായിട്ട് കൊടുക്കുന്നത്. പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റാബിയത്തുൽ കലമിയ പെൻ ലീഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അദ്ദേഹത്തിന്റെ ഒരു ക്ലബ്ബായിരുന്നു. അദ്ദേഹം കുറച്ച് ആളുകളും കൂടിയുള്ള ക്ലബ്ബായിരുന്നു. അപ്പോൾ അതിനെ കുറച്ചും ചെറിയ രീതിയിൽ ഇവിടെ പറയുന്നുണ്ട്.
റാബിയത്തുൽ കലമിയ എന്നുള്ളത് ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ ജീവിതത്തിൽ അദ്ദേഹം വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു ക്ലബ്ബായിരുന്നു. അദ്ദേഹവും അതേപോലെ തന്നെ അദ്ദേഹത്തെ പോലെ മൈഗ്രേറ്റ് ചെയ്തു വന്നിട്ടുള്ള, അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു വന്നിട്ടുള്ള ആളുകളും 10ഓളം ആളുകളും ചേർന്ന് നടത്തിയ ഒരു ക്ലബ്ബായിരുന്നു, ഒരു സാഹിത്യ ക്ലബ്ബായിരുന്നു റാബിയത്തുൽ കലമിയ എന്നുള്ളത്. അദ്ദേഹം അതിൽ ഒരുപാട് പേർ ലെബനാനിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ സിറിയയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു വന്ന ആളുകളും പലായനം ചെയ്തു വന്ന ആളുകളൊക്കെ അതിലുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടുള്ള കുറച്ച് ആളുകളുടെ പേര് ഇതിൽ നൽകുന്നുണ്ട്. മിഖായിൽ നായിമ, അതുപോലെ തന്നെ വലീം കാത്തിസ്ഫീലിസ്, അതുപോലെ തന്നെ ഇലിയ അബുമാലി, നസീബ് അഡീല. അതിൽ എന്ത് ചെയ്യുക, കുറച്ച് ആളുകളുടെ പേര് അവിടെ നൽകുന്നുണ്ട്. അതിൽ 2-3 ആളുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കുക. പ്രധാനമായിട്ടും മിഖാൽ നായിമയുടെയും അതുപോലെ തന്നെ വലീമിൻ്റെയും പേര് നമ്മൾ ഓർത്തു വെക്കണം. ബാക്കിയുള്ള 1-2 പേരുടെ ആളുകൾ നമ്മൾ പേര് ഓർത്തു വെക്കുക. അത്തരത്തിലുള്ള കുറച്ച് ആളുകൾ ചേർന്നുള്ളതായിരുന്നു ഈ റാബിയത്തുൽ കലമിയ എന്നുള്ളത്. അങ്ങനെ അവരെന്ത് ചെയ്തു, ഒരു 1920 ഏപ്രിൽ 20 ഏപ്രിൽ 20 ഒരു രാത്രിയിൽ അവർ ഒരുമിച്ച് കൂടുകയും അങ്ങനെ അവർ ഏകാഭിപ്രായത്തോടെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അതിൽ അവർ റാബിയത്തുൽ കലമിയ എന്ന് പേര് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ പ്രസിഡന്റായിട്ട് റയീസായിട്ട് ഖലീൽ ജിബ്രാൻ ചുമതലയേൽക്കുകയും അതിൻ്റെ അഡ്വൈസർ, മുസ്തഷാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വൈസർ, അതിൻ്റെ സെക്രട്ടറി ആയിട്ട് മീഖായിൽ നായിമയും അതുപോലെ തന്നെ അതിൻ്റെ ഹാസിൻ ട്രഷറർ ആയിട്ട് വലീമും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ 10 പേരും ചേർന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ ആ ക്ലബ്ബ് മുന്നോട്ട് പോവുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ രീതിയിൽ ആ ക്ലബ്ബിൽ അവരൊക്കെ എന്ത് ചെയ്തു, ഒരുപാട് കൂടുതൽ കൃതികൾ രചിക്കുകയും അത് സാഹിഹ് എന്നുള്ള പത്രത്തിൽ അവരെന്ത് ചെയ്തു, പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അവർ കുറച്ചുകൂടി പോപ്പുലറായിട്ട് ഈ ക്ലബ്ബ് കുറച്ചുകൂടെ പോപ്പുലർ ആവാൻ തുടങ്ങിയപ്പോൾ അവിടെ കൃതികളൊക്കെ ഒരുമിച്ച് കൂട്ടിയാണ്ട് വർഷത്തിൻ്റെ അവസാനത്തിൽ അവർ ഒരു രീതിയിലുള്ള ഒരു നമ്മൾ മാഗസിനെ കറക്കുന്ന പോലെയുള്ള മാഗസിനുകളൊക്കെ കറക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ റാബിയത്തുൽ കലമിയ 1920 മുതൽ 1931 ഖലീൽ ജിബ്രാൻ മരിക്കുന്നത് വരെ 11 വർഷം അത് വളരെ നല്ല രീതിയിൽ പോപ്പുലറായി, ഫേമസ് ആയി, ആക്റ്റീവായി തന്നെ നിലനിൽക്കുകയുണ്ടായി. പക്ഷേ 1931 ഖലീൽ ജിബ്രാൻ മരിക്കുന്നതോടുകൂടെ റാബിയത്തുൽ കലമിയയും പതിയെ ഇല്ലാതാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് റാബിയത്തുൽ കലമിയയും ഖലീൽ ജിബ്രാനും. അപ്പോൾ റാബിയത്തുൽ കലമിയയുടെ പ്രധാനപ്പെട്ട ഒരു ആളായിരുന്നു ഖലീൽ ജിബ്രാൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഖലീൽ ജിബ്രാൻ്റെ കുറച്ച് കൃതികൾ നൽകുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാഹിത്യ ജീവിതത്തെക്കുറിച്ചാണ് കുറച്ച് ഭാഗങ്ങൾ കൂടെ നൽകുന്നുണ്ട്. അതുകൂടെ ഒന്ന് കുറച്ച് നോക്കാം. അദ്ദേഹത്തിൻ്റെ അറബിയിൽ നൽകിയിട്ടുള്ള കുറച്ച് കിതാബ് അൽ മൂസിഖി 1905, അതുപോലെ തന്നെ അറായിസുൽ മുറൂജ്, അർവാഹുൽ മുത്തമരീദ, അങ്ങനെയുള്ള കുറച്ച് കിതാബുകൾ നൽകുന്നുണ്ട്. അതിൽ 1-2 നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ 1-2 പഠിച്ചു വെക്കുക. പിന്നെ അതിൻ്റെ അടിയിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ രീതിയിലും കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ 2 ഘട്ടമായിട്ട് 2 സ്റ്റേജായിട്ട് മാറ്റുന്നുണ്ട്. ഒന്ന് മർഹലത്തുൽ ഊലയിൽ അദ്ദേഹം കാര്യമായിട്ടും അറബി ഗ്രന്ഥങ്ങളാണ് രചിച്ചിട്ടുണ്ടായിരുന്നത്. അത് 1905 മുതൽ 1920 വരെയുള്ള കാലഘട്ടമായിരുന്നു. രണ്ടാമത്തേത് മർഹലത്തു സാനിയ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ 2ാം സ്റ്റേജ് തുടങ്ങുന്നത്, 2ാം പാർട്ട് തുടങ്ങുന്നത് 1918 മുതൽ 1931 വരെ അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ 2 രീതിയിൽ 2 പാർട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. ആ 2ാം പാർട്ടിൽ അദ്ദേഹം കാര്യമായിട്ടും ഇംഗ്ലീഷ് അതേപോലെ തന്നെ അറബിയും രചിച്ചിരുന്നു. പക്ഷേ പ്രധാനമായിട്ടും ഇംഗ്ലീഷ് കൃതികളായിരുന്നു രചിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം ആ വർഷങ്ങളിൽ ഏകദേശം 8ഓളം കൃതികൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. ആ അവസാനത്തെ 11 വർഷങ്ങളിൽ 2ാമത്തെ പാർട്ടിൽ അദ്ദേഹം 8ഓളം കൃതികൾ രചിക്കുകയുണ്ടായി. അതിൽ 6 അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ പബ്ലിഷ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം അത്തായിഹ അതുപോലെ തന്നെ ഹദീഖത്തുൻ നബി എന്നുള്ള 2 കൃതികൾ അദ്ദേഹത്തിൻ്റെ മരണശേഷവുമാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇംഗ്ലീഷ് കൃതികളും നൽകുന്നുണ്ട്. മജ്നൂൻ, അതേപോലെ തന്നെ ഖലീൽ ജിബ്രാന്റെ മജ്നൂൻ, അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സാബിഖ്, അന്നബി, അങ്ങനെയുള്ള കുറച്ച് ഗ്രന്ഥങ്ങളും അദ്ദേഹം ഇംഗ്ലീഷിൽ രചിച്ചിട്ടുണ്ട്. അതിൽ 1-2 പേര് പഠിച്ചു വെക്കുക, അതിൻ്റെ പബ്ലിഷിംഗ് ഡേറ്റും പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് കൃതികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അറബി കൃതികൾ ഞാൻ പറഞ്ഞു, അറബി കൃതികൾ അത്രയേറെ പോപ്പുലർ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് കൃതികളായിരുന്നു അദ്ദേഹം ഫേമസ് ആയതും പോപ്പുലർ ആയതും. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് കൃതിയായിട്ടുള്ള അന്നബി എന്നുള്ള കൃതി ഏകദേശം മില്യൺ കണക്കിന് കോപ്പീസ് അത് വിറ്റുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ അറബിയിലേക്ക് മാത്രമല്ല, അറബി അല്ലാത്ത പല ലാംഗ്വേജിലേക്കും അത് തർജുമ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ, ഇംഗ്ലീഷ് കൃതികളുടെയൊക്കെ അറബിക് ട്രാൻസ്ലേറ്റഡ് വേർഷൻ ആയിട്ടുള്ള അൽ മജ്മുഅത്തുൽ കാമിലത്തുൽ മുഅറബ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് കൃതികളൊക്കെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണത്. അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് കൃതികളിലായിരുന്നു വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച്
അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്ന മീഖായിൽ നഈമ പറയുന്ന ഒരു ചെറിയ ഭാഗം കൂടെ കൊടുക്കുന്നുണ്ട്. യത്വി അൽ അബ്കരിയു എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അബ്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ അദ്ദേഹം മീഖായിൽ നഈമ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിനിടയിൽ ഒരുപാട് പേരുടെ ജീവിതമാണ്, അദ്ദേഹത്തിന് മുൻകഴിഞ്ഞ ആളുകളുടെയും. അദ്ദേഹം ഈ ഖലീൽ ജിബ്രാനെ കുറിച്ച് പറയാണ്, ഖലീൽ ജിബ്രാൻ തന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ മുൻകഴിഞ്ഞ ആളുകളുടെയും അദ്ദേഹത്തിനോട് കൂടെ ജീവിച്ച ആളുകളുടെയും അദ്ദേഹത്തിന്റെ ശേഷം വരാനുള്ള ആളുകളുടെയും എല്ലാവരുടെയും ഒരു ജീവിതമാണ് ആ ഖലീൽ ജിബ്രാന്റെ ജീവിതത്തോട് കൂടെ അവസാനിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയായിരുന്നു മരിച്ചത്. കാരണം അദ്ദേഹത്തിന് ശേഷം ഉള്ള സാഹിത്യകാരന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മരിച്ചത്. വയഹ്യാ ലിഗൈരി, അപ്പോൾ മറ്റുള്ളവർ ജീവിക്കുന്നത് എങ്ങനെയാണ്? അത് മറ്റുള്ളവർ മരിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷേ ഖലീൽ ജിബ്രാൻ ജീവിക്കാൻ വേണ്ടിയായിരുന്നു മരിച്ചത്. അതേപോലെ തന്നെ അദ്ദേഹം ഒരുപാട് ഹൃദയങ്ങളിൽ, ഒരുപാട് തലമുറകളുടെ ഹൃദയത്തിൽ അദ്ദേഹം ജീവിക്കും. അദ്ദേഹം ഊമകളുടെ വേദനകൾക്ക് തീയിൻ്റെ നാവ് നൽകുകയും അതുപോലെ തന്നെ അവരുടെ അംഗവൈകല്യമുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് അദ്ദേഹം പ്രകാശത്തിൻ്റെ ചിറകുകൾ നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്, എല്ലാ രക്തത്തിനും എല്ലാ മാംസത്തിനും എല്ലാ കാലത്തും ഒരു ഗുഹയുണ്ടാവും. അഥവാ അദ്ദേഹം ഖബറിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു താഴ്ന്ന വളരെ അമീക്കത്തായിട്ടുള്ള, വളരെ സഹീക്കത്തായിട്ടുള്ള, അഥവാ വളരെ ആഴമേറിയ ഒരു ഗുഹയുണ്ടാവും. അഥവാ ഖബറാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇളറകളിൽ അദ്ദേഹം രസങ്ങളെയും അതുപോലെ തന്നെ ആസ്വദിക്കുകയും അതിൻ്റെ വേദനകളെ അദ്ദേഹം വേർപിരിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ റൂഹിന് വളരെ വിശാലമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്. അവിടെ അദ്ദേഹം ചിന്തകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഭാവനകൾ കൊണ്ടും ജീവിക്കും. അദ്ദേഹത്തിൻ്റെ വേദനകളിൽ നിന്ന് അദ്ദേഹം ആഗ്രഹങ്ങൾ കൊണ്ട് മോക്ഷം നൽകും. ആ ഒരു രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച്, ഖലീൽ ജിബ്രാനെ കുറിച്ച് മീഖായിൽ നഈമ പറയുന്ന ഒരു ഭാഗം കൂടെ നൽകുന്നുണ്ട്. ഇത്രയും ഭാഗമാണ് ഇതിൽ പ്രധാനമായിട്ടും ഖലീൽ ജിബ്രാനെ കുറിച്ച് പറയുന്നുള്ളത്. ആ ഒരു രീതി ഈ ജസ്റ്റ് ഒന്ന് കേട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഭാഗം ജസ്റ്റ് നോക്കിയാൽ മതിയാവും. കുറച്ച് പോയിന്റുകൾ നോക്കിയെടുക്കുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടിച്ചെഴുതിയാൽ തന്നെ നല്ല രീതിയിൽ മാർക്ക് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികൾ കൂടെ പറയാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.